ഹായ് ഫ്രണ്ട്സ്, ഇത് ഐ ലൈഫിൻ്റെ ഒരു വാക്വം ക്ലീനറാണ്. ഞാനിത് മേടിച്ചിട്ടിപ്പോൾ ഒരു മാസത്തോളമായി. ആമസോണിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റാണ്. കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു സാധനം. പിന്നെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുള്ള വീട്ടിൽ ആണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും അത് മാനേജ് ചെയ്യാൻ അറിയാമെങ്കിൽ ഏറ്റവും നല്ലൊരു ഗാഡ്ജറ്റാണ്. പിന്നെ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിന് മോപ്പിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോയിൽ തുടർന്ന് കാണിക്കുന്നുണ്ട്. ഇതൊരു റിവ്യൂ പോലെയും കൂടി ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വാക്വം ക്ലീനറാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതേ തുടർന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ വീഡിയോസും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി അങ്ങോട്ടുള്ള എല്ലാ ടിപ്സിലും ഞാനത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഹായ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഇതിൻ്റെ ബാക്ക് വശമാണ്. ഈ ബാക്ക് വശം എന്ന് പറയുന്നിടത്താണ് എല്ലാ സെറ്റിങ്സും ഉള്ളത്. ഇതതിൻ്റെ മോപ്പാണ്. നമുക്കിതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് വരുന്നത് ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ്. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് നമുക്കിപ്പോൾ ഫ്ലോറിൽ ഹെയർ ഉണ്ടെങ്കിൽ അത് മുഴുവനും ചുറ്റിച്ചെടുക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റിയതിനകത്ത് ഹെയർ കാണാൻ പറ്റും. പിന്നെ ഉള്ളത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും ഇതിൻ്റെ ഡസ്റ്റ് തട്ടി ഉള്ളിലേക്ക് ആക്കാനുള്ളതാണ്. ഇതതിൻ്റെ കറങ്ങുന്ന വീല് എല്ലാ ഡയറക്ഷനിലേക്ക് തന്നെ കൊണ്ടുപോകും. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയുള്ളത് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഭാഗങ്ങളാണ്. അത് വരുന്നത് ഇവിടെയായിട്ടാണ്. ഇതാണ് അതിൻ്റെ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളത്. ഇവിടെയാണ്. അതിങ്ങനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്യുമ്പം അത് അവിടെ നിന്ന് ലൂസാകുന്നതായിരിക്കും. അങ്ങനെ പ്രസ് ചെയ്ത് പുറകോട്ട് വലിക്കുകയാണെങ്കിൽ അതിങ്ങനെ പുറകിലേക്ക് പോരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 2 ബട്ടൺ കാണാൻ പറ്റും. ഈ ബട്ടൺ ഒന്ന് അകത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക, എനിക്ക് ഊരിയെടുക്കുക. ഇതാണ് അതിൻ്റെ. ഇതിലിപ്പോൾ ടെസ്റ്റ് ഉണ്ട്, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ? ഇവിടുന്ന് നമുക്ക് ഇതിനെ പിടിച്ചിങ്ങനെ മുകളിലേക്ക് വലിച്ച് പൊക്കിയെടുത്താൽ അതിന് പീസായിട്ട് പോരും. ഇത് നമുക്ക് സെപ്പറേറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഡസ്റ്റ് ഉണ്ട്. തിരിച്ച് നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഇടുമ്പോൾ സൂക്ഷിക്കുക, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പൊസിഷനിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഊരാൻ പറ്റുന്നതാണ് സൈഡിലേക്ക്. പിന്നെ ഇതും രണ്ടും ഊരാൻ പറ്റുന്നതാണ്. അത് ഊരിയിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. കറക്റ്റായിട്ട് വേണം അത് പ്ലേസ് ചെയ്യാനായിട്ട്. പിന്നെ തിരിച്ച് ഇവിടെ ഒരു ഹോളുണ്ട്, കാണാൻ പറ്റും. ആ ഹോളിലേക്ക് ഇത് തിരിച്ചിടുവാണ്. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് പറഞ്ഞില്ല, ഇത് റിമൂവ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്ത് ഇടാൻ പറ്റും, ഉണക്കിയെടുക്കാനൊക്കെ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കാണാനുള്ള എന്താണെന്ന് വെച്ചാൽ, തിരിച്ച് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്കൊരു വെള്ളം ഒഴിക്കുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതുവഴിയാണ് നമ്മൾ മോപ്പ് ചെയ്യാനുള്ള വെള്ളം ഒഴിക്കുന്നത്. ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾക്ക് ഒഴിക്കാം. പിന്നെ ഇവിടെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. മീൻസ് നോക്കണം,
പിന്നെയുള്ളത് ഈ കാണുന്നത് എൻ്റെ ബ്രഷാണ്, ഞാൻ പറഞ്ഞില്ലേ. ഇത് നമുക്കിപ്പം ഇട സമയങ്ങളിൽ ചിലപ്പോൾ ത്രെഡ് കയറിയിട്ടൊക്കെ ജാമാകാനുള്ള സാധ്യതയുണ്ട്. ഇതിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങിട്ട് ഊരിപ്പോരും. അത് ഈസിയാണ്, തിരിച്ച് അങ്ങനെ തന്നെ വെക്കുക. ഇതും അങ്ങനെ തന്നെ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ഇത് അതിൻ്റെ ഹോം ബട്ടണാണ്. ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തനിയെ എൻ്റെ ചാർജിങ് പൊസിഷനിലേക്ക് തിരികെ പോകുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ അത് ചാർജിങ്ങിലാണ്. ഇനി നമുക്കിതിൽ പൊടി കളക്റ്റായിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾ അതിൽ താഴെ നിന്നൊരു പുഷ് കൊടുത്തുകൊണ്ട് ഇത് പ്രസ് ചെയ്യുക. ഇങ്ങനെ ഇത് പ്രസ് ചെയ്ത് കൊണ്ട് മുകളിലേക്ക് പുള്ള് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡസ്റ്റ് കാണാൻ പറ്റും. അതിനുശേഷം ഈ ഡസ്റ്റിലുള്ള ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത ശേഷം ഈ ഭാഗം ഇവിടെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതിവിടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത ശേഷം പുറത്തേക്ക് എടുക്കുക. ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതും ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് വാഷ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് പൊടി തട്ടിക്കളയേ ചെയ്യാവുള്ളൂ. ഇതും എടുത്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ iLifeൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫോണിൽ അപ്ലോഡ് ചെയ്യാൻ കിട്ടും. അതിൽ കൂടെ നമുക്ക് ഫോണിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുമുണ്ട്. അത് കുറച്ചും കൂടെ നല്ലതുപോലെ നമുക്ക് എല്ലാ റൂംസും അതിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് അതിനകത്ത് കുറേ മാപ്പുകളുണ്ട്, അതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പം ഈ മാനുവലായിട്ടുള്ള കാര്യങ്ങൾ നോർമലായിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.